റോളിംഗ്. റോളിംഗ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അറ്റൻഷനായി. ആക്ഷൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ വ്ളാദിമിർ പുടിനെ സ്വീകരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് ശ്രീ വ്ളാദിമിർ പുടിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു അന്താരാഷ്ട്ര വിസിറ്റാണ് നമ്മൾ കാണുന്നത്. ഇന്റർനാഷണൽ കോടതി അദ്ദേഹത്തിനെതിരായിട്ട് അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാറ്റോ രാജ്യങ്ങൾ 32ഓളം വരുന്ന നാറ്റോ രാജ്യങ്ങൾ അദ്ദേഹത്തിനെതിരായിട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും UK-യുടെയും ഇന്ത്യയിൽ അംബാസഡർമാർ പുടിനെ വിമർശിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതിയ ലേഖനം, അവർ ജോയിൻ്റായിട്ട് എഴുതിയ ലേഖനം വളരെ കർശനമായ ഒരു രീതിയിലാണ് ഇന്ത്യ ഗവൺമെൻറ് നോക്കിക്കണ്ടത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രദേശത്ത് അവരുടെ രാജ്യത്തിൻ്റെ ദൗത്യം നിർവഹിക്കാൻ വന്നവർ ഇന്ത്യയുടെ അതിഥിയായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു രാജ്യ നേതാവിനെ വിമർശിച്ച് പത്രത്തിൽ ലേഖനം എഴുതിയത് ഇന്ത്യ ഗവൺമെൻറ് വളരെ നിസ്സാരമായല്ല കാണുന്നത്. ചിലപ്പോൾ പുടിൻ്റെ വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ അംബാസഡർമാരെയും ഹൈക്കമ്മീഷണർമാരെയും തിരിച്ചു വിളിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ടേക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. അതായത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അംബാസഡർമാർ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ഒരു പൊതുവേദികളിലുള്ള ഒരു ഡെക്കോറം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗസ്റ്റിനെ അപഹസിക്കാനോ അല്ലെങ്കിൽ അപമാനിക്കാനോ തുനിഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ രാജ്യ താല്പര്യത്തിനെതിരായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് തന്നെയാണ് ഇന്ത്യ ഗവൺമെൻറ് കണ്ടത്. ഇന്ത്യ ഗവൺമെൻറ് അൺഅക്സെപ്റ്റബിൾ എന്നുള്ള വാക്കിലാണ്, ഒറ്റ വാക്കിലാണ് അതിന് മറുപടി കൊടുത്തത്. എന്തായാലും പുടിൻ്റെ ഇന്ത്യ സന്ദർശനം കാണുന്നത് പല ആംഗിളുകളിലാണ്. ഒന്ന്, S-400, S-500 തുടങ്ങിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുമെന്നും S-57 ഇന്ത്യയിൽ നിർമ്മിക്കുകയും അതിൻ്റെ ടെക്നോളജി കൈമാറുകയും ചെയ്യുന്ന ഒരു അവസരമുണ്ടാവുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കാലത്തിലോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യകാലം തൊട്ട് തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ രംഗത്തും യുദ്ധരംഗത്തും നമ്മുടെ ഏറ്റവും വലിയ കൂട്ടാളിയായിരുന്നു റഷ്യ. USSRന്റെ തകർച്ചയോടെ റഷ്യയിൽ നിന്നും നമ്മൾ വാങ്ങിച്ചിരുന്ന പല ആയുധങ്ങളും വിമാനത്തിൻ്റെ പാർട്സും എല്ലാം നമ്മൾ സ്വയമായിട്ട് നിർമ്മിക്കേണ്ടി വരികയും പലതിനും നമുക്ക് നിർമ്മാണത്തിനുള്ള ലൈസൻസ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് USSRന്റെ ഭാഗമായിരുന്ന റഷ്യ ഇന്ന് യുക്രൈനുമായിട്ടുള്ള യുദ്ധവുമായിട്ട് ഒരു രണ്ടാമത്തെ പ്രതിസന്ധിയിലോട്ട് കിടക്കുകയാണ്. ഈ രണ്ടാമത്തെ പ്രതിസന്ധിയിലും ഇന്ത്യക്ക് ബെനിഫിറ്റ് ആകാൻ പോകുന്നത് റഷ്യയിൽ നിർമ്മിക്കുന്ന വിമാനങ്ങളോ മിസൈലുകളോ അതിൻ്റെ പാർട്ടുകളോ ഒന്നും റഷ്യക്ക് പുറത്ത് കയറ്റുമതി ചെയ്യാനോ വിൽക്കാനോ നാറ്റോ രാജ്യങ്ങളുടെ ഉപരോധം കാരണം സാധിക്കില്ല. മാത്രമല്ല, ഒരു ദീർഘകാല ഇടപാടെന്ന നിലയ്ക്ക് ഇത്തരം ടെക്നോളജിയും ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, ഇത്തരം ടെക്നോളജികളും ഇന്ത്യ പോലുള്ളൊരു സുരക്ഷിത സൗഹൃദ രാജ്യത്തിന് നൽകുന്നതായിരിക്കും റഷ്യക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു മാർഗം. റഷ്യൻ സാങ്കേതികത ഇന്ത്യക്ക് പലപ്പോഴും ഗുണം ചെയ്തിട്ടുണ്ടെങ്കിലും പല ഘട്ടങ്ങളിലും ഇന്ത്യക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ റഷ്യൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ലായിരുന്നു. പക്ഷേ യുക്രൈനുമായിട്ടുള്ള യുദ്ധം മുറുകി വന്ന സമയത്ത് ഇന്ത്യ ഗവൺമെൻറ്റിന് റഷ്യ തന്നിരുന്ന വിമാനങ്ങളുടെ പാർട്സുകൾ പോലും നമുക്ക് തിരിച്ച് അവർക്ക് മടക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാര്യം യുദ്ധ സാഹചര്യത്തിൽ അവർക്ക് അതിൻ്റെ സ്പെയർസിനൊക്കെ വളരെ ദാരിദ്ര്യമുണ്ടായി. അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരു സമയമില്ലാതിരുന്നു. ആ സമയത്ത് ഇന്ത്യ റഷ്യയെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു സുഹൃത്ത് രാജ്യം എന്നുള്ള രീതിയിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാർട്ണർ എന്നുള്ള രീതിയിൽ റഷ്യ ഇന്ത്യയാണ് കാണുന്നത്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടി ഉറപ്പിച്ചു കൊണ്ടുവരാൻ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായ മുൻകൈ നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങൾ വലിയ തോതിൽ ലഘൂകരിക്കാനും ഒരുവിധം നോർമലൈസ്ഡ് ആയ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനും റഷ്യയുടെ മധ്യസ്ഥത നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല, യൂണിപോളാർ വേൾഡ് എന്നുള്ള അമേരിക്കയുടെ സ്വപ്നങ്ങൾക്ക് ഒരു താക്കീതെന്നുള്ള രീതിയിലാണ് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം ലോകക്രമത്തിൽ ഉണ്ടായി വന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക
തുടങ്ങിയ രാജ്യങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അംഗരാജ്യങ്ങൾ. മാത്രമല്ല 40ഓളം രാജ്യങ്ങളെ ചേർത്ത് ഇത് ഒരു വിപുലമാക്കാനുള്ള ഒരു പദ്ധതിയും നടന്നു വരുന്നുണ്ട്. ബ്രിക്സിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളും ബ്രിക്സിന് വേണ്ടിയിട്ട് ഒരു കോമൺ നാണയം, ഡോളറിന് ബദലായിട്ടൊരു നാണയം കൊണ്ടുവരുന്ന കാര്യവും ഇന്ത്യ റഷ്യ ചർച്ചകളിൽ ഉടനീളം പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. എന്തായാലും റഷ്യൻ പ്രസിഡന്റിൻ്റെ ഇന്ത്യയിലെ വിസിറ്റ് ലോകരാജ്യങ്ങളെല്ലാം നോക്കുന്നതിന് കാരണം പുടിനെ ഉക്രൈൻ യുദ്ധം നിർത്തുന്നതിൽ വരെ സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തിത്വമാണ് ശ്രീ നരേന്ദ്രമോദി എന്നതും ശ്രീ നരേന്ദ്രമോദിയും പുടിനുമായിട്ടുള്ള സൗഹൃദം വളരെ ഊഷ്മളമാണെന്നുള്ളതും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഉക്രൈൻ യുദ്ധം, നരേന്ദ്രമോദി പുടിൻ കൂടിക്കാഴ്ചയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ബ്രിക്സ് കറൻസി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. S-400, S-500 മിസൈൽ സംവിധാനങ്ങൾ ഒരു വിഷയമാണ്. Su-57 അതിൻ്റെ ഡെവലപ്മെൻറ്റും നമ്മുടെ 5th, 6th ജനറേഷൻ വിമാനങ്ങളുടെ നിർമ്മാണവും അതിൻ്റെ കോൺട്രാക്റ്റുകളും വളരെ പ്രധാനമാണ്. അങ്ങനെ ഒട്ടേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചർച്ച ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനുമാണ് ഈ ഉച്ചകോടിയിലൂടെ ശ്രീ പുടിനും ശ്രീ നരേന്ദ്രമോദിയും ശ്രമിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇന്ത്യയുടെ വ്യോമയാന രംഗത്തേക്കുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവയ്പായിട്ട് ഈ സന്ദർശനത്തെ വിലയിരുത്തുന്നു. ഇന്ത്യയുടെ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റിൻ്റെ ഏറ്റവും നല്ലൊരു ഭാഗം നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് റഷ്യയിൽ നിന്നാണ്. ഇനിയും ആ ബന്ധം തുടരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാം ഒരിടത്തുനിന്ന് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്രാൻസുമായിട്ട് നമ്മുടെ പ്രതിരോധ ബന്ധം വളരെ ശക്തമാണ്. മാത്രമല്ല അമേരിക്കയിൽ നിന്നും നമ്മൾ വിമാന എഞ്ചിനുകൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 രാജ്യങ്ങളെയും നമ്മൾ ഒരേ സമയത്ത് തന്നെ നമ്മൾ ഡിഫൻസിൻ്റെ പാർട്ട്നേഴ്സായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഒട്ടനവധി രാജ്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ കയറ്റി അയക്കുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം റഷ്യൻ ടെക്നോളജിയുടെയും കൂടെ സഹായത്തിലാണ്. എന്തായാലും ശ്രീ പുടിനും നരേന്ദ്രമോദിയും തമ്മിലുള്ള സമ്മിറ്റ് ഉച്ചകോടി വളരെ ഫലപ്രദമാകുമെന്നും ലോക രാജ്യങ്ങളിലേക്ക് അത് സമാധാനം കൊണ്ടുവരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.